അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയൊരു സത്യം പറയട്ടെ, ഇബാദത്തുകളുടെ എല്ലാം മർമ്മം സൽ സ്വഭാവമാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ സൽസ്വഭാവത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ സൽസ്വഭാവമാണ് ദീൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബിതങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, മദ്ദീനു, ദീൻ എന്താ? അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണ്. സത്യത്തിൽ എല്ലാ ഇബാദത്തുകൾ കൊണ്ടുമുള്ള ലക്ഷ്യം സൽസ്വഭാവമാണ്. കുറേ നോമ്പ് വിൽക്കുന്നുണ്ട്, കുറേ നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സ്വഭാവം ശരിയില്ലേ? അതിലൊന്നും അടിസ്ഥാനമേ ഇല്ല, അയാൾക്ക് വിജയമല്ല. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു ഹദീസ് കാണാം. ഫുളൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളോട് ചോദിച്ചു, ഇന്ന ഫുലാനത്തൻ, ഒരു പെണ്ണ്, തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈല, ഒരു പെണ്ണ്, ആ പെണ്ണ് പകലിൽ മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നിസ്കാരമാണ്. പക്ഷേ വഹിയ സയ്യിഅത്തുൽ ഖുൽഖി, സ്വഭാവം വളരെ മോശമാണ്. എന്ന് പറഞ്ഞാൽ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ, അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ പ്രയാസപ്പെടുത്തും. നാവിനൊരു തൊയ്യരുമില്ല. എന്നാ നോമ്പുണ്ട്, രാത്രി നിസ്കാരമുണ്ട്. ഈ പെണ്ണിനെ കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ പ്രധാനപ്പെട്ടത്. എന്താ പറഞ്ഞത്? ലാ ഖൈറ ഫീഹ, ഒരു ഖൈറും ആ പെണ്ണിലില്ല. ലാ ഖൈറ ഫീഹ എന്ന് പറയുമ്പോൾ നെക്റയാണ്. ലാ റജുല ഫിദ്ദാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നഹവിയായ സാധനം. ഒരു ഖൈറും ഇല്ല. വീട്ടിൽ പുരുഷനായിട്ട് ഒരാളും ഇല്ല അറിയുമ്പോൾ ഖൈറായിട്ട് ഉള്ളിലൊന്നുമില്ല. എന്നിട്ട് പറയുന്നു, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിൻ്റെ ആളുകളിൽപ്പെട്ടവളാണ്. ക്ഷമയാണ് സത്യത്തിൽ സൽസ്വഭാവത്തിൻ്റെയും അടിസ്ഥാനം. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സാധനം, വല്ലാത്തൊരു വർത്താനാണത്. അദ്ദേഹം പറയാണ്, തജറുൽ മുറാറാത്തി, ക്ഷമ എന്ന് പറഞ്ഞാൽ അസ്വബറു, ക്ഷമ എന്ന് പറഞ്ഞാൽ തജറുൽ മുറാറാത്തി, കയ്പിനെ വിഴുങ്ങലാണ്. ബിലാ തഅബ്ബുസിൻ, നെറ്റി ചുളിക്കാതെ. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അങ്ങനെ പലതും വരുമ്പോൾ, നമുക്കിഷ്ടപ്പെടാത്തതൊക്കെ കാണുമ്പോൾ മറ്റൊക്കെ, ആ സമയങ്ങളിലെല്ലാം ക്ഷമിക്കുക. എന്താ ക്ഷമ? തജറുൽ മുറാറാത്ത്, ആ കയ്പിനങ്ങോട്ട് വിഴുങ്ങലാണ്. ബിലാ തഅബ്ബുസിൻ, നെറ്റി ചുളിക്കാതെ അങ്ങോട്ട് ഇറക്കുക, അതെന്നെ ക്ഷമ. സത്യത്തിൽ ഈ ക്ഷമയും ഹുസ്നുൽ ഖുൽഖുമാണ് ജീവിത വിജയത്തിൻ്റെ എല്ലാം അടിസ്ഥാനം. അതുകൊണ്ട് നിസ്കാരക്കാരനാവണം, നോമ്പുകാരനും ആകണം, എല്ലാ അമലുകാരനുമാകണം. പക്ഷേ സൽസ്വഭാവം കൂടി വേണം. അള്ളാഹു ആ സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.